മനുഷ്യക്കടത്ത് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട ഹരിയാന സ്വദേശിക്ക് റഷ്യ-ഉക്രൈൻ യുദ്ധമുഖത്ത് ദാരുണ അന്ത്യം. 4 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ കുടുംബം അറിഞ്ഞത് 22കാരന്റെ മരണവാർത്തയാണ്. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം തേടുകയാണ് ഇവർ. മനുഷ്യക്കടത്ത് റാക്കറ്റുകൾ വഴി റഷ്യ-യുക്രൈൻ യുദ്ധമുഖത്തേക്ക് റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന വാർത്തയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നവരായിരുന്നു രവി മൗന്റെ കുടുംബം. ഈ വർഷം ജനുവരിയിൽ ഡ്രൈവർ ജോലിക്കായാണ് 22കാരൻ റഷ്യയിലേക്ക് പോയത്. കുടുംബത്തിന്റെ ആകെ സ്വത്തായ 1 ഏക്കർ സ്ഥലം വിറ്റ് 11.5 ലക്ഷം രൂപ യാത്രാ ചിലവിനും ഏജന്റിന്റെ കമ്മീഷനുമായി കൊടുത്തു. തുടർന്ന് റഷ്യയിലെത്തിയപ്പോഴാണ് സൈന്യത്തിൽ ചേരണമെന്ന് പറഞ്ഞത്. സമ്മതിച്ചില്ലെങ്കിൽ 10 വർഷം റഷ്യൻ ജയിലിൽ തടവ്. ഇതോടെ സൈന്യത്തിൽ ചേർന്ന രവി ട്രെയിനിങ്ങിനെ കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ആശങ്കയോടെയാണ് സംസാരിച്ചതെന്ന് കുടുംബം പറയുന്നു. മാർച്ച് 12-നാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. പിന്നീട് 4 മാസക്കാലത്തോളം യുവാവിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ ജൂലൈ 21-ന് രവിയെ കാണാനില്ലെന്ന് ഇന്ത്യൻ എംബസിക്ക് കത്തയച്ച സഹോദരൻ അജയ്ക്ക് ലഭിച്ച മറുപടി രവി മരിച്ചു എന്നാണ്. DNA പരിശോധനയിൽ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം വിട്ടുകിട്ടാനുള്ള സാങ്കേതിക തടസ്സം എംബസി ഇടപെട്ട് നീക്കിയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള പണം കുടുംബത്തിന്റെ കയ്യിലില്ല. ഇതോടെ സഹായം തേടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കാത്തിരിക്കുകയാണ് കുടുംബം. 2023 ഡിസംബറിനും 2024 ഫെബ്രുവരിക്കും ഇടയിലായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 200 യുവാക്കളെ മനുഷ്യക്കടത്ത് സംഘം റിക്രൂട്ട് ചെയ്ത് റഷ്യയിൽ എത്തിച്ചെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇത്തരത്തിൽ റഷ്യയിൽ കുടുങ്ങിയവരും അവരുടെ കുടുംബങ്ങളും മോചനത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. ജൂലൈയിലെ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഇന്ത്യൻ പൗരന്മാരെ യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചെത്തിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം റഷ്യ അംഗീകരിക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.